ഫ്ലവേഴ്സിൽ. മധുമകൾ ഇനി വരാൻ പോകുന്ന ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണേ. ലിറ്റിൽ ഏഞ്ചൽ മധുമകൾ സെലക്ഷനെ കണ്ടിട്ടുള്ളൂ. പാട്ട് ഇന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഒറ്റ പ്രാവശ്യം പാട്ട് കണ്ടു കേട്ടോ. കണ്ടു. ആ ഒരു എഫക്ട് ഞങ്ങൾക്ക് അതെ. ഇവിടെ റാംബോക്ക് ഉണ്ടായിരുന്നു, പലതരം കലാപരിപാടികൾ. പേടിക്കണ്ട, മധുമകളിന് വേണ്ടിട്ട് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല. അതെ, മധുവിന് നിറച്ച് കിട്ടാനിരിക്കുന്നു ഇരിക്കുന്നതേ ഉള്ളൂ. അതെ, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ജസക്കുട്ടി എത്താണ്. സോ ലെറ്റ്സ് വെൽക്കം ജസ ഓൺ സ്റ്റേജ്. ഹായ്. തലയിലേക്ക് മുത്തു കൊടുത്തിട്ടിരിക്കുകയാണോ? നോക്കട്ടെ. മുടിയിൽ കുറത്തതല്ല അല്ലേ? ചില മുടി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചില മുടി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ. അത് ചേച്ചി എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖമാടാ. കുഞ്ഞിന് സുഖാണോ? പാലായിലോട്ട് വന്നില്ലായിരുന്നു? ഫുഡ് കൂപ്പൺ എടുത്ത വന്നായിരുന്നു. ചേച്ചി പരസ്യം ചെയ്ത കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നോ? ഫുഡ് കൂപ്പണോ? ഞങ്ങളുടെ പാലയിൽ ഫുഡ് ഫെസ്റ്റ് നടക്കാണ് കേട്ടോ. അല്ല, ഉദ്ഘാടനം അല്ല. ഞാൻ അവിടെ അടുത്തുള്ള ആളാ. മധുവങ്കലില്ലേ, ഇന്നാള് വന്നില്ലായിരുന്നല്ലോ എന്റെ പാട്ട് കേൾക്കാൻ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു പണിഷ്മെന്റ് തരും പാട്ട് കഴിഞ്ഞിട്ട്. പാട്ട് കേൾക്കാൻ വരാത്തോണ്ടുള്ള പണിഷ്മെന്റ് അല്ലേ? എംജിങ്ങളെ, ഈ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ കൊറേ കമന്റ്സിൽ കാണുക എന്നെ പച്ചക്കാന്തേരിന്നൊക്കെയാ വിളിച്ചേക്കുന്നത്. അതിലും നല്ല എം ജി അങ്കിള് പേരിട്ടത് തക്കാളി എന്ന് പേരിട്ടായിരുന്നു. അതുകൊണ്ട് എം ജി അങ്കിളിനോട് ഞാൻ ഫ്രണ്ടാ. പച്ചക്കാന്താരെന്ന് വിളിച്ച ആൾക്കാരോടൊക്കെ ആൾക്കാരോട് കൂട്ടില്ല. കൊടുത്തോട്ടെ, എല്ലാവരും തക്കാളി എന്ന് വിളിക്കണം കേട്ടോ. അല്ലേ? എല്ലാവരും തക്കാളി. കഴിഞ്ഞ ദിവസം എന്നെ അഭിനയമൊക്കെ പഠിപ്പിച്ചു. എങ്ങനെയാണ് കരയണത്, എങ്ങനെയായിരുന്നു എല്ലാം പഠിപ്പിക്കണം. എല്ലാം പഠിപ്പിക്കണം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കിയേ ഇങ്ങനെ ലിപ്പൊക്കെ ഇങ്ങനെ സാരി ഇച്ചിരി കൂടെ ആക്കണം. എന്നിട്ട് കൈയും കൂടെ വെക്കണം. എങ്ങനെയോ കറക്റ്റാ? ഒച്ച വേണ്ടേ? ആ, സൗണ്ടും കൂടെ വേണം. സൗണ്ട് എങ്ങനെയാ? എം ജി അങ്കിള് നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് തന്നെ. ഇനി ദേഷ്യം. ഒരാളോട് ദേഷ്യം കാണിക്കുന്ന പോലെ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ. കഴിഞ്ഞ ഉടനെ മധുങ്ങളുടെ കാർട്ടൂണിലേക്ക് വിളിക്കുന്നു. ഇനിയോ? ഇനി ചിരിക്കാന്. നമുക്കറിയാം. അതെനിക്കറിയാലോ. ചിരിച്ചോണ്ടിരിക്കല്ലേ? ഒട്ടിച്ചിരിക്കാൻ കാണിച്ചേ. പേടിച്ചു പോയോ? എന്നിങ്ങനെ ചിരിക്കാൻ രസക്കുട്ടി കാണിച്ചു കൊടുക്ക. രസക്കുട്ടി ഒന്ന് കാണിച്ചു കൊടുക്ക്. കൊരങ്ങന്റെ സൗണ്ട്. ആണ് കൊരങ്ങന്റെ ശബ്ദം. അതൊക്കെ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. കുതിരയുടെ ശബ്ദം കേൾക്കണോ? കുതിരയുടെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദിവസേ ജീവ മാത്രേ, എന്റെ അനിയൻ മാത്രേ ബിരിയാണി കഴിക്കാൻ പോയേ. അവിടെ നിന്ന് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. ഹോട്ടലിന്റെ അടുത്തിരിക്കുന്ന ആള് പൂച്ച ഇവിടെ ഉണ്ടല്ലോ എന്ന് അവിടെ ഒക്കെ തപ്പുക. ആണല്ലേ? ജീവയുടെ സൗണ്ട് റിയലിസ്റ്റിക്കാ. പൂച്ചയുടെ ശബ്ദം കേക്കട്ടെ. നമ്മള് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പൂച്ചയെ കാണാൻ പോന്നേ. കേട്ടാ നമുക്ക് ഇതാണ് റിയലിസ്റ്റിക് പൂച്ച. ഇത് റിയലിസ്റ്റിക്. അത് മധുവങ്ങളുടെ ഒരു കൈയടി കൊടുത്ത റിയലിസ്റ്റിക് പൂച്ച. താങ്ക് യു റിയലിസ്റ്റിക് പൂച്ച. താങ്ക് യു സോ മച്ച്. ഞാൻ പോവാണെന്ന്. ഇന്നിപ്പോ ഏത് പാട്ടാണ്? കിലുക്കാമ്പിട്ടി. അതൊക്കെ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കളിപ്പിച്ചില്ലേ?
ടെസ ബേബി എന്നെ പറ്റിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു ജയറാം അങ്കിളിനെ പരിചയപ്പെടുത്തി തരാം. അമ്മയില്ലേ എന്നോട് പറഞ്ഞു എന്തോ ജയറാമങ്ങളുടെ നമ്പർ കൊടുക്കാവോന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കൊടുക്കാന്ന്. പക്ഷേ MG അങ്കിളുടെ നമ്പർ വേണം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വിളിച്ചു തന്നാ മതി. ആ ഫോണെ വിളിച്ചു കൊടുത്താ മതിയെന്ന്. അതൊക്കെയാണോ? ഓക്കെ. അപ്പൊ ഈ പാട്ട് തീരുമ്പോഴത്തേക്കും അമ്മയടുത്ത് ജയറാം അങ്കിളിനെ വിളിച്ചിട്ട് എനിക്ക് തരാൻ പറയണേ. സെറ്റ്. സെറ്റ്. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. ശ്യാമങ്കിള് മ്യൂസിക്, പിന്നെ ലിറിക്കിസ്റ്റ് ചൂനക്കര രാമൻകുട്ടി സാർ, പാടിയത് പി ജയചന്ദ്രൻ സാറും പിന്നെ ജാനകി അമ്മയും. സിനിമയുടെ പേര് കൂട്ടിനിലങ്കിളി. എന്നെ കാണാൻ വല്ല ഡിഫറൻസ് ഉണ്ടോ? തക്കാളി പോയോ? പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതാണ് ഡിഫറൻസ്. അതെങ്ങനെ പോയെന്ന് ഞാൻ പറയട്ടെ. അച്ഛനമ്മൻ പല്ലു ഡോക്ടർമാരാണല്ലേ? അല്ല അതെ പല്ലു ഡോക്ടർമാരാണ്. പക്ഷേ ഇതെങ്ങനെയാ പോയത്? കറക്റ്റ്. അത് എന്റെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ ഒരു ചേച്ചി എനിക്ക് സാധനം മേടിച്ചു തന്നു. അത് പെണ്ണുങ്ങളുടെ സാധനമായിരുന്നു. എന്തെന്ന്? ക്ലിപ്പുകളൊക്കെ. അതെടുത്ത് ജീവ കണ്ടാണി വന്നിട്ട് ഇങ്ങനെ കുത്തിവെച്ചു. എന്നിട്ട് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് ഞാൻ വലിച്ചു. എന്നിട്ട് അങ്ങോട്ട് വലിച്ചു. അങ്ങനെ വലിച്ചു അങ്ങോട്ടെന്തി. എന്നിട്ട് ഇങ്ങോട്ടുണ്ട്. എന്നിട്ട് ജീവന്റെ ഇവിടെ ഇരിച്ചു. ചെറുതായിട്ട് ഇളകി. എന്നിട്ട് ഞാൻ നെടാന്ന് വിളിച്ച അപ്പൊ പല്ല് പൊട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, ജീവ എങ്ങനെ ഇവിടെ വന്നേന്നറിയാവോ? എങ്ങനെ ഇവിടെ വന്നേ? ഞാന് അവിടെ ക്യൂയിൽ ഉണ്ടായിരുന്നു. ക്യൂയില് ആകാശത്തിൽ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടെ. മര്യാദക്ക് വിട്ടത്. എങ്ങനെയാ ചെയ്തേന്നറിയാവോ? അവിടെ ക്യൂലൂന്ന് ലൈനൊക്കെ തെറ്റിച്ച് അവിടെ എടുത്ത് ചാടി ഇങ്ങോട്ട് വന്നതാ. അങ്ങനെ വന്നാണല്ലേ? അവിടെ തൊട്ട് കുരുത്തക്കേട് കാണിച്ച് ഇങ്ങോട്ട് എടുത്ത് ചാടി വന്നതാ. പെട്ടെന്ന് ഞങ്ങൾ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന, അത് താഴെ വിട്ടു. എന്നിട്ട് പെട്ടെന്ന് ആ വീടൊക്കെ പൊട്ടി. വീട് പൊളിച്ച വന്നതാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. നീ മിന്നൽ മുരളി അല്ലേ? അറിയാൻ നിന്നെ. അവന്റെ ചിരി കണ്ടോ? പാടാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. കിലുക്കാമ്പെട്ടി എന്റെ കിലുക്കാമ്പെട്ടി, കിലു 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 കിലേ മുത്തു കിലുക്കം. കിലുക്കാമ്പെട്ടി എന്റെ കിലുക്കാമ്പെട്ടി, കിലു
വെരി നൈസ്. എത്ര കടങ്കഥ ചോദിച്ചു ഈ പാട്ടി കൂടെ? 6. 6 ഉണ്ടല്ലേ? യെസ്. 7ാമത്തെ പറയട്ടെ. ഏതാ? മോൻ കണ്ട തക്കാളി പോലിരിക്കും. അതാരാ? ഞാൻ. അതെ. അതെ. തക്കാളി നന്നായിട്ട് പാടിയോ? അവിടെ ഒരു സംശയം ഉണ്ടല്ലോ. ആ പാടി 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 മൂഡ് ഔട്ട് ആയതുകൊണ്ട് തോന്നുന്നതാണ്. വിളക്ക് വിളക്കെന്ന് പറഞ്ഞ പോലെ. പാടി പാടി പാടി. പണിഷ്മെന്റ് ചോദിക്കട്ടെ? അതിനാണ് വെയിറ്റിംഗ്. ചോദിച്ചോ. നാക്കുളുക്കി ചോദ്യങ്ങൾ. ടങ് ട്വിസ്റ്റർ. മലയാളത്തിൽ പറഞ്ഞ മലയാളത്തിൽ ടങ് ട്വിസ്റ്റർ ആണ്. ഇംഗ്ലീഷിൽ നാക്കുളുക്കി ചോദ്യങ്ങൾ. കേശവ, നിനക്ക് ദോശ തിന്നാൻ ആശ ഉണ്ടെങ്കിൽ ആശാന്റെ മേച്ചപ്പുറത്ത് ഇരിക്കുന്ന 4 കാശ് എടുത്ത് ദോശ തിന്നതാ കേശവ. കേശവ, നിനക്ക് ദോശ തിന്നാൻ ആശാന്റെ മേച്ചപ്പുറത്ത് ഇരിക്കുന്ന 4 കാശ് എടുത്ത് ദോശ തിന്നതാ കേശവ. ഫസ്റ്റ് പറ. കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നത് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ആൻസർ തെറ്റായിട്ട് പറയുന്നവര് എന്റെ കൂടെ വന്നിട്ട് ഡാൻസ് കളിക്കും. എങ്ങനെയും കറക്റ്റ് ആക്കുന്നതാണ്. എനിക്ക് കാല് വയ്യ. മടി പിടിക്കണ്ട. ചുമ്മാ ഗായകനോട് പറയുന്നു. ചുമ്മാ വേറൊരു കുട്ടി ലിറ്റിൽ ഏഞ്ചൽ ഡാൻസ് കളിച്ചു. പറഞ്ഞു തെറ്റിയാലേ ഉള്ളൂ. തെറ്റിയാലേ കേശവ നിനക്ക് ദോശ ആശുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തുള്ള 4 കാശ് എടുത്ത് ദോശ എന്നതാ കേശവ. മേശ കൊണ്ടല്ല, മേശ തുറന്നു. അവിടെ തെറ്റി. ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന മേശപ്പുറത്തിരിക്കുന്നാണോ? മേശ തുറന്നല്ലേ? നീ റൗണ്ടില്ല. പറഞ്ഞില്ലടാ. നീ പറ. കേശവ, നിനക്ക് ദോശയാണെന്ന് ആശുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത്. കേശവ, നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. എന്റെ മോളാണ്. എനിക്കത് പറയാൻ എനിക്ക് വേണ്ടിയാണ് മീനുട്ടി പറഞ്ഞേട്ടാ. രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞു. കേശവ, നിനക്ക് ദോശയാണെന്ന് ആശാണെങ്കിൽ ആശാന്റെ മേശപ്പുറത്തുനിന്ന് 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. മേശപ്പുറത്ത് ഇരിക്കുന്ന അതെന്താന്നറിയാവോ? ഈ മേശപ്പുറത്ത് ഇരിക്കുന്ന പൊതുവെ ഞങ്ങളുടെ അവിടെ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് യൂസ് ചെയ്യാത്തോണ്ട് അത് അങ്ങനെ വരാത്തത്. എനിക്ക് ഉള്ള വരുന്നത്. ഇനി ആര് ചേച്ചി വേഗം പറ. കേശവ, നിനക്ക് ദോശ തിന്നണം ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു എളുത്തെ 10 ലക്ഷം തുളങ്ങ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു ഉദളത്തെ 10-25 ഉദളങ്ങ. ഇതെന്താ അതിന്റെ അർത്ഥം? അത് വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു മരത്തില് ഉദളങ്ങ 25 ഉദളങ്ങ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു ഉദളത്തെ 10 ലക്ഷം തുളങ്ങ. അടുത്ത എപ്പിസോഡിൽ ഇതൊന്നും തിരിയൂല. ഒറ്റ പ്രാവശ്യം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും നാളും കൊറേ വർത്താനം പറഞ്ഞതോ. അങ്ങനെയല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഉളുക്കി പോകും. അപ്പൊ MJ തോറ്റു. ഓക്കെ, അങ്ങനെ ഡാൻസ് കളിക്കാം. അത് സമ്മതിച്ചു. ആദ്യം രസക്കുട്ടി കളിക്കുക, എന്നിട്ട് MJ അങ്കിൾ. വെങ്കലക്കാൽ തളച്ചാത്താൻ ഒരുങ്ങുന്ന താരകൾ ഒട്ടുകുത്തടി കുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം. ഇതാണ് MJ അങ്കിൾ കളിക്കേണ്ടത്. ഞാനിത് കാണുമ്പോ മൊത്തം അതാ മനസ്സിലോ. AI വെച്ചിട്ട് കളിപ്പിക്കേണ്ടി വരും. പാവമുണ്ട്, അതൊന്നും പറ്റില്ല. നമ്മള് പാവങ്ങളല്ലേ. അല്ല, അങ്ങനെയല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാരും വിളിച്ചേ. അങ്കിൾ അങ്ങോട്ട് വരും, അല്ല അച്ഛൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഇത് ഡാൻസ് കഴിഞ്ഞാൽ എന്നെ പെറുക്കി എടുത്തു. ചെറിയ സ്റ്റെപ്സ് ആയിരുന്നെങ്കിൽ
ആണോ ആ എവിടെ പഠിക്കണേ? ചേച്ചിയുടെ വെസ്റ്റേൺ ഡാൻസ് പഠിക്കുന്ന സാറില്ലേ, ആ സാർ ജിതിൻ ജിതിൻ ചേട്ടനോ? സാറ്. ആ പാലായിലൊരു ചേട്ടൻ, ജിതിൻ ചേട്ടൻ. ആ കൊള്ളാം കൊള്ളാം. പുള്ളി കണ്ടാ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാ പാലയിലോട്ട് വരണേ. ഒന്ന് കണ്ടോളാം. ഓക്കെ, അപ്പൊ പാട്ട് കിടുവായിരുന്നേ, താങ്ക് യു, സൂപ്പർ ആയിരുന്നേ, താങ്ക് യു, കിൽക്കാൻ പറ്റിയായിരുന്നേ. താങ്ക് യു. ആ ക്യാപ്റ്റൻ, യെസ്, തക്കാളി എങ്ങനെയുണ്ട്? തക്കാളി മിടുക്കിയാണ്. എനിക്ക് ഈ പാട്ടിന്റെ ഇടയിൽ ഈ ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്തൊരു എഫക്റ്റാന്നറിയോ ചിരിക്കുന്നത്. നമുക്കൊക്കെ ഇതൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് ടെസക്കുട്ടി, ഈ ചിരിക്കാൻ, ഈ പാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ കരയാനൊക്കെ അടിപൊളി ലെസൺസ് ആണ് അതെ തന്നോണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം ചിരിച്ചത് ശ്രദ്ധിച്ചോ? ആ, കൊള്ളായിരുന്നോ? കൊള്ളായിരുന്നോ? മധുവങ്ങൾ ഇഷ്ടപ്പെട്ടോ പാട്ട്? പിന്നെ ടെസക്കുട്ടി കലക്കിയില്ലേ, താങ്ക് യു, പാട്ടും കലക്കി, ഡാൻസും കലക്കി, താങ്ക് യു. ആ നാക്കുളുക്കുന്ന ചോദ്യങ്ങളും കലക്കി, നാക്കുളുക്കി നാക്കുളുക്കി ചോദ്യങ്ങളുടെ അത് ആൻസറും കലക്കി. Thank പിന്നെ you. ഓഹ് എന്ത് ഡാൻസ് ആണത്, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. ഈ അത് ജാനകിയമ്മയും ജയേട്ടനും ചേർന്ന് പറഞ്ഞല്ലേ, ആ അതിൽ ഈ ചോദ്യവും ആൻസറും അത് പിന്നെ മാത്രല്ല ആ കറക്റ്റ് താളത്തിൽ അത് പാടുന്നതും കറക്റ്റ് താളത്തിൽ ചിരിക്കുന്നതും. താങ്ക് യു. ആ ചിരി എങ്ങനെയാണ് ചിരി? പിന്നെ ഒരു കഷ്ണം കൂടി ഇല്ലേ? ആ യെസ്, അല്ലേ, അമ്മച്ചി എപ്പോഴും പറയും ഒരു പൊട്ടഞ്ചേരി ചിരിക്കുന്ന. ഓ പാവ അമ്മച്ചി. ഓരോരോ ഭാവ അതെങ്ങനെ പൊട്ടൻ ചിരി വ്യത്യാസങ്ങളെ. എങ്ങനെയാ? അത് ശരി, അത് കൊള്ളാലോ. അത് കല്ലെറിഞ്ഞ പോലെ ഉണ്ട്, പോകണമെന്ന് പറ്റുന്ന. കൊള്ളാട്ടോ. മധുവങ്ങൾ പറ്റിയൊരു കമ്പനി അല്ലേ? എനിക്ക് അങ്ങനെ പറ്റിയ തോന്നിയില്ലേ? മൾട്ടി ടാലന്റഡ് ആണല്ലേ. താങ്ക് യു, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പോരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുര മഴ. നിങ്ങൾ എല്ലാവർക്കും ആ, ഒരു മുട്ടായി വീതം തരാം. വേണ്ട മോളെ, അവർക്ക് അസുഖം വരും. ഇനി കഴിച്ചാ പ്രായമായ ഒത്തിരി പേര് കൊടുത്ത് കുഞ്ഞു കഴിച്ചോട്ടോ. ടാറ്റാ. ആര്യ ചേച്ചി, യെസ്. ഇനി വരാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? ആരാണ്? ഇവിടുത്തെ ഒരു കുട്ടുമണി